VS അനുരാഗ് ഉണ്ട് വിശദാംശങ്ങളുമായി. അനുരാഗ്, ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഈ ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ഈ അക്രമ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്ന കാഴ്ചയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നടുക്കുന്ന കൃത്യങ്ങൾ ഈ നാട്ടിൽ നടക്കുമ്പോഴും എന്തുകൊണ്ടാണ് എക്സൈസ് വകുപ്പ് ഈ ഒരു മെല്ലെപ്പോക്ക്? അതായത് ഇതിനൊക്കെയുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഈ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ ഒരു ഒറ്റ ഉത്തരമാണോ നമുക്ക് ലഭിക്കുന്നത്? തീർച്ചയായും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 2025 കഴിഞ്ഞ 2 മാസത്തിലുള്ള ലഹരി കൊലപാതകങ്ങൾ നോക്കിയാൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരു സ്വന്തം ചോദ്യത്തിൽ, അതായത് മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തി. അതിന് കൃത്യമായ ഇതെല്ലാം തടയിടണമെങ്കിൽ കൃത്യമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കേണ്ടതുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ എക്സൈസ് വകുപ്പിന് ഒരുക്കി കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിലില്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഉത്തരം. കാര്യം എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം രാത്രികാല അടക്കം ഊർജിതമാക്കണമെങ്കിൽ വാഹന പരിശോധനകളും വാഹനങ്ങളിൽ പോയുള്ള പരിശോധനകളും നടക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വാഹനം ഓടിക്കാൻ ഡ്രൈവർ വേണം. ആ ഡ്രൈവർ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് വകുപ്പ് മന്ത്രി MP രാജേഷ് നിയമസഭയിൽ നൽകിയിരിക്കുന്ന മറുപടി. സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പിൽ നോക്കുകയാണെങ്കിൽ 458 വാഹനങ്ങളാണ് ആകെ ഉള്ളത്. അത് ഓടിക്കാനുള്ളത് വെറും 277 ഡ്രൈവർമാർ മാത്രം. സംസ്ഥാനത്ത് ഒരു വാഹനത്തിന്, അതായത് എക്സൈസിലെ ഒരു വാഹനത്തിന് 2 ഡ്രൈവർമാർ എങ്കിലും വേണം എന്നുള്ളതാണ് കണക്ക്. കാരണം ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യണമെങ്കിൽ ഒരു വാഹനത്തിന് 2 ഡ്രൈവർമാർ എങ്കിലും വേണം. പക്ഷേ ഇവിടെ ഒരു ഡ്രൈവർ പോലും ഒരു വാഹനത്തിന് ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതിനൊപ്പം ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, 27 ഓഫീസുകളിൽ ഡ്രൈവർമാരെ ഇല്ല എന്നുള്ളതാണ്. അവിടെ വാഹനങ്ങളുണ്ട്, ആവശ്യത്തിലധികം വാഹനങ്ങളുണ്ട്, പക്ഷേ ഡ്രൈവർമാർ അവിടെ ഇല്ല എന്നുള്ളതാണ് അവിടെയുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രവർത്തനമാണ് ഈ ഓഫീസുകളിൽ നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിനൊപ്പം 2015 23-ാം തീയതിയാണ് അവസാനമായി ഡ്രൈവർ തസ്തിക എക്സൈസ് വകുപ്പിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനുശേഷം ഡ്രൈവർ തസ്തികയെ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഡ്രൈവർ തസ്തിക സൃഷ്ടിക്കാത്തത് എന്ന ചോദ്യത്തിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്ന് പറയുന്നു. അപ്പോഴും വകുപ്പിൽ വാഹനങ്ങൾ ആവശ്യത്തിലധികം വാങ്ങിക്കൂട്ടുന്നുണ്ട്, അതിന് പണമുണ്ട്. പക്ഷേ ഡ്രൈവർ തസ്തിക സൃഷ്ടിച്ച് ഒരു ഉദ്യോഗസ്ഥന് ശമ്പളം കൊടുക്കാൻ പണമില്ല എന്നാണ് വകുപ്പ് മന്ത്രി നൽകുന്ന മറുപടി. എന്തായാലും വസ്തുത വിരുദ്ധമാണോ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ മറുപടികളൊക്കെയും നിയമസഭയിൽ നൽകിക്കൊണ്ട് ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകാനാകും എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും തസ്തിക സൃഷ്ടിക്കുന്നതിലെ മെല്ലെപ്പോക്ക്, അനുരാഗിന്റെ തന്നെ വാക്കുകൾ അനുസരിച്ച് 10 വർഷമായിരിക്കുന്ന ഒരു തസ്തിക സൃഷ്ടിക്കൽ പോലും ഈ വകുപ്പിൽ ഉണ്ടായിട്ട്. പക്ഷെ അപ്പോഴുമുള്ളൊരു ചോദ്യം, ഈ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇതിന് തടസ്സമാണോ? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി തന്നെ പറയുന്നു ഓരോ വർഷവും ആവശ്യത്തിന് വാഹനങ്ങൾ വകുപ്പിന് വാങ്ങി നൽകുന്നുണ്ട് എന്ന കാര്യം മന്ത്രി തന്നെ നമ്മൾ പുറത്തുവിട്ട ഈ രേഖയിൽ പറയുന്നുണ്ട്. കൃത്യമായി വാഹനങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഈ ഡ്രൈവർ തസ്തിക സൃഷ്ടിക്കാൻ മാത്രം സാമ്പത്തിക പ്രതിസന്ധി കാരണമായി പറയുന്നതിലാണ് ഒരു സംശയം നിൽക്കുന്നത്. അത് ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. ഈ രേഖയിൽ ആദ്യത്തെ ചോദ്യം, സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഈ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ എക്സൈസിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ അതിന് മന്ത്രി നൽകുന്ന മറുപടി ഇല്ല, സാമ്പത്തിക പ്രതിസന്ധി എക്സൈസിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് മന്ത്രി നൽകുന്ന മറുപടി. മൂന്നാമത്തെ ചോദ്യത്തിന്, ഈ വാഹനങ്ങൾക്ക് ആനുപാതികമായി ഡ്രൈവർമാർ ഈ എക്സൈസിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നുള്ളത് മന്ത്രി പറയുന്നു. അതിന് കാരണമായി പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും എക്സൈസ് കമ്മീഷണർമാർ, മാറി മാറി വന്ന എക്സൈസ് കമ്മീഷണർമാർ പല തവണ സർക്കാരിന് കത്ത് നൽകിയതാണ്. തസ്തിക കൂട്ടണം, കൂടുതൽ ഡ്രൈവർ തസ്തിക സൃഷ്ടിക്കണം, കൂടുതൽ ഡ്രൈവർമാരെ നിയമിക്കണം, ഒഴിഞ്ഞുകിടക്കുന്ന ഡ്രൈവർമാരെ ഇല്ലാത്ത ഓഫീസുകളിൽ ഡ്രൈവർമാരെ നിയമിക്കണം എന്നുള്ള കാര്യം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. അപ്പോഴും മന്ത്രി പറയുന്നത് ഇല്ല, ഈ നൽകിയ കത്തെല്ലാം, എക്സൈസ് കമ്മീഷണർമാർ നൽകിയ കത്തെല്ലാം മടക്കി അയച്ചിട്ടുണ്ട്, ഇപ്പോൾ ഡ്രൈവർ തസ്തിക സൃഷ്ടിക്കുന്ന കാര്യം ആലോചിക്കുന്നേ ഇല്ല, ഇനി അങ്ങോട്ടും പരിഗണിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് എക്സൈസ് മന്ത്രി നൽകുന്ന മറുപടി. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ലഹരി കടത്തുകൾ അല്ലെങ്കിൽ ലഹരിയുടെ വരവിനെ എങ്ങനെ തടയാനാകും? ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ നടക്കാതിരിക്കാൻ എന്ത് മാർഗമാണ് ഇനി സംസ്ഥാനത്ത് ഉണ്ടാവുക? എക്സൈസിന് ഇങ്ങനെ പൂർണ്ണമായി തഴയുന്നത് എന്തുകൊണ്ട്? പൂർണ്ണമായി
പൂർണ്ണമായും ഇപ്പോൾ നമുക്കറിയാം ഈ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ഈ ലഹരി കണക്കുകൾ, ലഹരിയുടെ ആക്രമണങ്ങളും കൊലപാതകങ്ങളും കൂടി വരുന്ന സാഹചര്യം, ഓരോ ദിവസങ്ങളും പലയിടങ്ങളിലും പിടികൂടുന്ന MDMA-യുടെയും മാരക മയക്കുമരുന്നുകളുടെയും അളവ് അതെല്ലാം ഞെട്ടിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ എക്സൈസിൽ അംഗബലം കൂട്ടാൻ, ഡ്രൈവർമാരെ നിയമിക്കാൻ എക്സൈസ് മന്ത്രി തയ്യാറാവാത്തത്? അത് പരിഗണിക്കുന്നേ ഇല്ല എന്നുള്ള ഉറപ്പിച്ച മറുപടി പറയാൻ, അല്ലെങ്കിൽ അത് നിയമസഭയിൽ നൽകാൻ മന്ത്രിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നുള്ളതാണ് നിലനിൽക്കുന്ന ചോദ്യം. ഈ അനുരാഗ്, അപ്പോഴുമുള്ളൊരു കാര്യം, ഇപ്പോൾ ഈ തസ്തിക സൃഷ്ടിക്കാൻ എക്സൈസ് വകുപ്പിന് യാതൊരു വിധത്തിലും ഒരു പ്ലാനും ഇല്ലെന്ന് മന്ത്രിയുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ തസ്തിക സൃഷ്ടിക്കുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധിയാണ്, നമുക്ക് മന്ത്രിയുടെ വാക്കുകളെ അതേപടി വിഴുങ്ങിയാലും ഈ കൂടുന്ന അക്രമ സംഭവങ്ങളെ അതിനൊരു തടയിടണമല്ലോ. അതിന് സർക്കാരിന്റെ പക്കലൊരു പ്ലാൻ ബി ഉണ്ടോ? എല്ലാ കാലത്തും ഒരു പ്രഹസനം പോലെ, ഇപ്പോൾ ഓണക്കാലമായാലും അല്ലെങ്കിൽ ന്യൂ ഇയർ സമയത്തൊക്കെയും ഒരു ഉത്തരവിറങ്ങും, അതിൽ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ഊർജിതമാക്കണം, കെമു പോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടറോഡുകളും അതുപോലെ അതിർത്തി പ്രദേശങ്ങളൊക്കെയും പരിശോധിക്കണമെന്നുള്ള ഉത്തരവ് ഒരു പ്രഹസനം പോലെ ഇറങ്ങാറുണ്ട്. പക്ഷേ ഈ ഉത്തരവുകൾ ഇറങ്ങുമ്പോഴും അതിനുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്നുള്ളതിനാണ് ഇല്ല എന്ന ഉത്തരം ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഉത്തരവിറക്കുന്നത്? അതിനൊപ്പം ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം അതിനുള്ള ഊർജിതമായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ നടക്കുന്നുണ്ട്, എക്സൈസ് ഒക്കെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഈ മറുപടി കേൾക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ ഈ ഓഫീസുകളിൽ അന്താളിച്ചിരിക്കുന്ന കാഴ്ചയാണ്. കാരണം അവർക്ക് പോകാൻ വാഹനമില്ല. ഈ പരിശോധിക്കണമെന്ന് ഉത്തരവിടുമ്പോഴും ഈ അതിർത്തി പ്രദേശങ്ങളിൽ പോകണമെങ്കിലും അല്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെയും വാഹനങ്ങളിൽ പോയി പരിശോധിക്കണമെങ്കിൽ ഈ മന്ത്രി ഒരു കാര്യം പറയുന്നു, ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം എന്നറിയാതെ അന്താളിച്ചിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ എക്സൈസ് വകുപ്പിൽ നടക്കുന്നത്. ഈ ഓരോ ദിവസവും നമ്മൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. ലഹരിക്ക് അടിമപ്പെട്ട് മക്കൾ സ്വന്തം മാതാപിതാക്കളെ കൊന്നുകളയുന്ന അവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ബോധമില്ലാത്തൊരു നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോഴും എക്സൈസ് വകുപ്പ് ഈ മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് ഈ വിഷയങ്ങളിൽ നടത്തുന്ന മെല്ലപ്പോക്ക് അത് സംസ്ഥാനത്തിന് അപമാനകരം തന്നെയാണ്. എന്താണെങ്കിലും ഈ ഒരു റിപ്പോർട്ടൊക്കെ വന്ന സ്ഥിതിക്ക് ഇനിയെങ്കിലും ഒന്ന് ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച് പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് കാര്യങ്ങൾ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ വകുപ്പുകൾക്ക് സാധിക്കട്ടെ. VS അനുരാഗിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. അനുരാഗിന്റെ വാക്കുകളാണ് കേട്ടത്.